ഇന്ത്യ ലെവലിലെ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമുള്ള ഗവൺമെൻറ് സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 15% സീറ്റുകളാണ് ഈ VCI ഫില്ല് ചെയ്യുക, വെറ്റിനറി കോഴ്സുകൾ. അപ്പോൾ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് vci.admission.nic.in എന്നുള്ള സൈറ്റാണ്. ഇനി ഇതിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂൾ ശ്രദ്ധിക്കുക. 3 റൗണ്ടായിട്ടാണ്. റൗണ്ട് 1, റൗണ്ട് 2, സ്ട്രേ റൗണ്ട്. അതിൽ റൗണ്ട് 1-ൽ നിങ്ങൾക്ക് അതായത് ഫീ പേയ്മെന്റ്, രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ് ഇതെല്ലാം നടത്താം. എപ്പോൾ വരെ? സെപ്റ്റംബർ 6-ാം തീയതി 11 മണിക്ക് തുടങ്ങി സെപ്റ്റംബർ 9-ാം തീയതി രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താം, രജിസ്ട്രേഷൻ നടത്താം, ചോയ്സ് ഫില്ലിംഗ് നടത്താം, ലോക്കിംഗ് നടത്താം. എല്ലാത്തിനുമുള്ള സമയം ഒന്ന് തന്നെയാണ്. സെപ്റ്റംബർ 6 തുടങ്ങി സെപ്റ്റംബർ 9-ാം തീയതി രാത്രി 11 മണി വരെ. ഇനി അതിന്റെ റിസൾട്ട് വരിക 11-ാം തീയതിയാണ്. നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് 11-ാം തീയതി തുടങ്ങി 17-ാം തീയതി വരെയുള്ള സമയത്താണ്. 17-ാം തീയതി 4 മണി വരെ സമയം കിട്ടും. റൗണ്ട് 2-ന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും റൗണ്ട് 2-ന്റെ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതും ചോയ്സ് ഫില്ല് ചെയ്യേണ്ടതും ഒക്കെ സെപ്റ്റംബർ 18, 19 തീയതികളിലാണ്. 19-ാം തീയതി രാത്രി 11 മണി വരെ. റിസൾട്ട് 21-ാം തീയതി വരും. ജോയിൻ ചെയ്യേണ്ടത് 21 തുടങ്ങി 24 വരെയുള്ള തീയതികളിൽ, അതിൽ 24-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പ്. ഈ 2 റൗണ്ടുകളിൽ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ആവാം. റൗണ്ട് 1-ൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് റൗണ്ട് 2-ൽ ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. എന്നാൽ സ്ട്രേ റൗണ്ടിൽ നോക്കുക, രജിസ്ട്രേഷൻ ഇല്ല. ആദ്യ റൗണ്ടുകളിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ മാത്രമേ സ്ട്രേക്ക് പരിഗണിക്കൂ. സ്ട്രേക്ക് വേണ്ടി സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഇല്ല. പക്ഷേ സ്ട്രേയിൽ പങ്കെടുക്കണമെങ്കിൽ 50,000 രൂപ, ജനറൽ OBC EWS കാറ്റഗറികൾ 50,000 രൂപയും, SC/ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് 25,000 രൂപയും ഫീ പേ ചെയ്യണം. രജിസ്ട്രേഷൻ ഇല്ല, അത് നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് സ്ട്രേ വേക്കൻസിക്ക് ഉണ്ടാവുക 25, 26 തീയതികളിലാണ്. അതിൽ 26-ാം തീയതി വൈകിട്ട്, അതായത് രാത്രി 11 മണി വരെ. 28-ാം തീയതി റിസൾട്ട് വരും. 26-ാം തീയതിയാണ്, 26-ാം തീയതി രാത്രി 11 മണി വരെയാണ് ചോയ്സ് ഫില്ലിംഗ് ഉള്ളതെങ്കിൽ 28-ന് റിസൾട്ട് വരും. 28, 29, 30 തീയതികളിൽ റിപ്പോർട്ട് ചെയ്യാം. 30-ാം തീയതി വൈകിട്ട് 4 മണി വരെ. ഇതാണ് ഷെഡ്യൂൾ. ഇനി സ്ട്രേ റൗണ്ടിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. വിൽ ബി കണ്ടക്ടഡ് ഫോർ അലോട്ട്മെന്റ് ഓഫ് വേക്കന്റ് സീറ്റ് ഇഫ് എനി. അതായത് ആദ്യ 2 റൗണ്ടിന് ശേഷം സീറ്റ് ബാക്കി ഉണ്ടെങ്കിലേ സ്ട്രേ ഉണ്ടാവും. ഓക്കെ, ഡീറ്റെയിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിനുണ്ട്. അതേപോലെ ഈ 50,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ നിങ്ങൾക്ക് പേ ചെയ്താൽ മാത്രമാണ് നിങ്ങളെ സ്ട്രേ റൗണ്ടിൽ പരിഗണിക്കുക. ഇത് രജിസ്ട്രേഷൻ ഫീ അല്ല, റീഫണ്ടബിൾ കോഷൻ ഫീ ആണ്. ഇത് തിരിച്ചു കിട്ടും. അപ്പൊ ഇത് തിരിച്ചു കിട്ടുന്നതായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അത് പേ ചെയ്യാൻ ശ്രദ്ധിക്കുക, നിങ്ങളുടെയോ പേരൻസിന്റെയോ മറ്റോ. കാരണം ഇത് റീഫണ്ടായി വരുന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ പേ ചെയ്തത് അതേ അക്കൗണ്ടിലേക്കാണ് ഇത് റീഫണ്ടായി വരിക. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടേതായ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ദ കാൻഡിഡേറ്റ്സ് ഹു ആർ അലോട്ടഡ് സീറ്റ്സ്. അലോട്ട് ചെയ്താൽ മതി, റിപ്പോർട്ട് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. റൗണ്ട് 1-ലോ റൗണ്ട് 2-ലോ സീറ്റ് കിട്ടിയ കുട്ടിയെ ഒരു കാരണവശാലും സ്ട്രേ റൗണ്ടിൽ പരിഗണിക്കില്ല. അത് നിങ്ങൾ ജോയിൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, പക്ഷെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ പരിഗണിക്കില്ല. ഇനി അതിന്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഡ്യൂറേഷൻ, കോഴ്സിന്റെ ഡ്യൂറേഷൻ 5.5 വർഷമാണ്. അതായത് 1 വർഷം ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 5.5 വർഷമാണ്. 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പും. ഇനി നമ്പർ ഓഫ് സീറ്റ് പറയുന്നത് ഏകദേശം 734 സീറ്റാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. vci.admission.nic.in എന്നുള്ള സൈറ്റാണ്. അതേപോലെ ഏജ് ബാരിയർ മിനിമം 17 വയസ്സായിരിക്കണം. അതേപോലെ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ആ റൗണ്ടുകളുടെ ഡീറ്റെയിൽ നോക്കുക. റൗണ്ട് 1-ൽ രജിസ്ട്രേഷൻ ഉണ്ട്, ഫീ പേയ്മെന്റും ഉണ്ട്, ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഉണ്ട്. ലോക്കിങ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും കേട്ടോ. ഇനി റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. Then candidates those who have reported at the college will have the option to re-choice. അതായത് റൗണ്ട് 1-ൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസിന് വേണ്ടി ചോയ്സ് കൊടുക്കാം, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ റൗണ്ട് 1-ൽ ജോയിൻ ചെയ്താൽ ആ സീറ്റ് അവിടെ ഉണ്ടാവും. റൗണ്ട് 2-ൽ അപ്ഗ്രേഡ് ചെയ്യാം. റൗണ്ട് 2-ൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ റൗണ്ട് 1-ൽ അവിടെ തന്നെ ഉണ്ടാവും. ഇനി the candidates who have been allotted seat in round 1 but not reported for the admission to the allotted college shall not be allowed to participate in further round. റൗണ്ട് 1-ൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ എടുത്തേ മതിയാവൂ. എടുത്താൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടും. എടുത്തില്ലേ പെർമനന്റ്ലി നിങ്ങൾ ഇതിൽ നിന്ന് ഔട്ടായിരിക്കും.
ഇനി റൗണ്ട് 2 അവിടെയും രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും ഒക്കെ ഉണ്ട്. ഇനി പുതിയ കാൻഡിഡേറ്റ്, അതായത് റൗണ്ട് 1 പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് മാത്രമാണ് ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ. ബാക്കിയുള്ളവർക്ക് അതേ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരാം. ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും ഒക്കെ ചെയ്യാം. അഡ്മിഷൻ കിട്ടിയാൽ അലോട്ട്മെന്റ് ലെറ്റർ എടുക്കുക, കോളേജിൽ റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സീറ്റ് കിട്ടിയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ ഔട്ടാണ്. സീറ്റ് കിട്ടി എടുത്താലേ നിങ്ങൾക്ക് ആ സീറ്റ് ഉള്ളൂ. അതേസമയം സീറ്റ് കിട്ടി നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ എല്ലാ റൗണ്ടിൽ നിന്നും പുറത്താണ്. റൈറ്റ്. ഇനി സ്ട്രേ വേക്കൻസി ആണ്. വേക്കന്റ് സീറ്റ് റിപ്പോർട്ട് ചെയ്യും. നോർമലി രജിസ്ട്രേഷൻ ഇല്ല. ദ കാൻഡിഡേറ്റ് ഹു ആർ അലോട്ടഡ് സീറ്റ്, റിപ്പോർട്ടഡോ നോട്ട് റിപ്പോർട്ടഡോ ആയിക്കോട്ടെ, വിൽ നോട്ട് ബി എലിജിബിൾ. അതായത് റൗണ്ട് 1 റൗണ്ട് 2 നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അലോട്ട് ചെയ്തോ നിങ്ങളെ പിന്നെ സ്ട്രേ വേക്കൻസിക്ക് പരിഗണിക്കില്ല. ഇനി ദർ വിൽ ബി നോ ഫ്രഷ് രജിസ്ട്രേഷൻ, ഓൾറെഡി ഞാൻ പറഞ്ഞു. പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, ക്ലിയർ അല്ലേ? ബട്ട് ആർ പ്രീവിയസ്ലി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഹു ഹാവ് നോട്ട് അലോട്ടഡ് സീറ്റ് ഇൻ റൗണ്ട് 1 റൗണ്ട്, അതായത് റൗണ്ട് 1 റൗണ്ട് 2 ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരുന്ന ഇതുവരെ സീറ്റ് കിട്ടാത്തവരെ മാത്രമാണ് സ്ട്രെയിൽ പരിഗണിക്കുക. റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തോ നിങ്ങളെ സ്ട്രെയിൽ പരിഗണിക്കും. എപ്പോ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ. റൗണ്ട് 2 രജിസ്റ്റർ ചെയ്തോ നിങ്ങളെയും പരിഗണിക്കും സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ. റൗണ്ട് 1 സീറ്റ് കിട്ടിയ കുട്ടിയെ റൗണ്ട് 2 സീറ്റ് കിട്ടിയ കുട്ടിയെയും ഒന്നും പരിഗണിക്കില്ല. ഇവർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് ഉണ്ടാവും, ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ സീറ്റും ഉണ്ടാവില്ല. പിന്നെ റൗണ്ട് 1 ജോയിൻ ചെയ്ത കുട്ടിക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ആയി റൗണ്ട് 2 വരാൻ ഒറ്റ ചാൻസ്. റൗണ്ട് 1 കിട്ടിയ സീറ്റിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം, കഴിഞ്ഞു. അതോടെ സീറ്റ് ഉറപ്പിക്കേണ്ടി വരും. റൈറ്റ്. അതേപോലെ സ്ട്രേ വേക്കൻസിയുടെ ഫീ ഞാൻ പറഞ്ഞിരുന്നു. സാധാരണ ഒരു കുട്ടി 50,000 രൂപയാണ്. ജനറൽ കാറ്റഗറി, OBC, EWS ഒക്കെ 25,000 രൂപയാണ് SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ അടയ്ക്കേണ്ടത്. ഈ ഫീ റീഫണ്ടബിൾ ആണ്. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യാൻ ശ്രദ്ധിക്കുക. റൈറ്റ്. ഇവിടെയും ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഒക്കെ ഉണ്ട്. ഞാൻ ഷെഡ്യൂള് മുമ്പ് ഓർമ്മിപ്പിച്ചിരുന്നു. ഇനി ഇതിന്റെ ഫീ പേയ്മെന്റ് നോക്കാം മക്കളെ. റൗണ്ട് 1 റൗണ്ട് 2 മാത്രമാണ് ഫ്രഷ് രജിസ്ട്രേഷൻ. അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇത് തിരിച്ചു കിട്ടില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ഇത് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് അല്ല, നോൺ റീഫണ്ടബിൾ ആണ്, രജിസ്ട്രേഷൻ ഫീ ആണ്. റൈറ്റ്. അതായത് ജനറൽ കാൻഡിഡേറ്റ് അടയ്ക്കേണ്ടത് 1000 രൂപയാണ്. EWS അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ് 900 രൂപയാണ് അടയ്ക്കേണ്ടത്. SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി, ട്രാൻസ്ജെൻഡർ കാറ്റഗറി ഒക്കെ 500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത് റീഫണ്ട് കിട്ടില്ല, ഇത് രജിസ്ട്രേഷൻ ആണ്. എന്നാൽ സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾ പറഞ്ഞിരുന്നു SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി ഒഴികെയുള്ളവർ 50,000, SC, ST, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർ 25,000 അടയ്ക്കുക. ഇത് റീഫണ്ടബിൾ ആണ്, ഇത് തിരിച്ചു കിട്ടും. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി സീറ്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷന്റെ സമയത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചാൽ, നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, നീറ്റ് UGയുടെ റാങ്ക് കാർഡ് കൊണ്ടുപോകണം, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, റേഷൻ കാർഡ്, പാസ്പോർട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് SSLC ബുക്കോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോകാം. +2 മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം. ഓക്കെ. അതേപോലെ തന്നെ ക്യാരക്ടർ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന്. 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഉണ്ടാവണം. അതേപോലെ OCA കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ OCA കാർഡ് ഉണ്ടാവണം. ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതായത് നോർമലി നമ്മൾ പറയുന്നത് ഈ CBSE കാൻഡിഡേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ CBSE സിലബസിൽ പഠിക്കാത്ത സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിച്ചവര്, ഇപ്പൊ കേരളത്തിലെ കുട്ടിക്ക് കേരളത്തിലാണ് കിട്ടുന്നതെങ്കിൽ പ്രശ്നമില്ല, തമിഴ്നാട്ടിലാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതായത് യൂണിവേഴ്സിറ്റിയിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ മറ്റു ഡോക്യുമെന്റുകൾ, അതായത് SC, ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL, അതുപോലെ EWS ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഇവിടെ നിന്നുള്ളതായിരിക്കണം, താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. അപ്പോൾ ഓൾമോസ്റ്റ് വെറ്റിനറിന്റെ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഷെഡ്യൂളും അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് വഴി ഇതിന്റെ റിപ്ലൈ തരാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.